ഇന്ന് യൂട്യൂബിലെ 3 സെറ്റിംഗ്സിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പലർക്കും അറിയാതിരിക്കാം, എന്നാൽ പലർക്കും അറിയാൻ പാടില്ലാത്ത കുറച്ച് സെറ്റിംഗ്സിനെ പറ്റിയാണ്. ഇപ്പോൾ പുതിയതായിട്ട് യൂട്യൂബ് ഒരു ഡാർക്ക് തീം എന്ന് പറഞ്ഞ ഒരു സംഭവം അവർ ചെയ്തിട്ടുണ്ട്. എന്താ നമുക്ക് കാണാം. നമ്മൾ ആദ്യം യൂട്യൂബ് നമ്മൾ നിൽക്കുന്നു, യൂട്യൂബ് വന്നിട്ട് വരുന്നു. അതിൽ നമ്മൾ വലതുവശത്ത് മുകളിൽ കാണുന്ന ഒരു സൈൻ, എന്റെ ഒരു സൈനാണ്. നിങ്ങളിൽ ചിലപ്പോൾ ഒരു ലൈൻ സെറ്റ് ആയിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സെറ്റിംഗ്സ് ഇങ്ങനെ വരും. പിന്നെ അതിൽ സെറ്റിംഗ്സ് എടുക്കുക. ആ സെറ്റിംഗ്സിൽ ജനറലിൽ പോവുക. ജനറലിൽ പോകുമ്പോൾ നമുക്ക് കാണാം രണ്ടാമതായിട്ട് ഡാർക്ക് തീം, എനേബിൾ ഡാർക്ക് തീം ത്രൂ ദ ആപ്പ്. ഇത് നമ്മൾ ഓണാക്കി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഡാർക്ക് ആയിട്ട് മാറി. അതായത് ഇപ്പൊ കണ്ടതിനും കുറച്ചൊന്ന് രസമുണ്ട് വായിക്കാൻ. ഇപ്പൊ അത് നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. യൂട്യൂബിന്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാലും അവരെ വീഡിയോ സെഷനിലേക്ക് എത്തുമ്പോൾ കാണാൻ പറ്റും. കണ്ട, ആദ്യം വൈറ്റ് ആയിരുന്നെല്ലാം നിങ്ങളുടെ ഇപ്പൊ സാധാരണ വൈറ്റ് ആണെങ്കിൽ ഇപ്പൊ എല്ലാം ഡാർക്ക് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ ഇതൊരു രസമുള്ള കാര്യമാണ്. രണ്ടാമത്തെ സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ പിന്നെയും നമ്മൾ ഇതുപോലെ പോകുന്നു, പിന്നെയും സെറ്റിംഗ്സിൽ പോകുന്നു, ജനറൽ പോകുന്നു. റെസ്ട്രിക്റ്റഡ് മോഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇടയിൽ കാണാം. റെസ്ട്രിക്റ്റഡ് മോഡ് ആൻഡ് എനേബിൾ സ്റ്റാർട്ട് കോർഡിനേറ്റ്സ്. ഇത് രണ്ടും നമ്മൾ കുട്ടികൾക്ക് നമ്മളിതിപ്പോൾ കളിക്കാനോ എല്ലാം കൊടുക്കുകയാണെങ്കിൽ, നമ്മുടെ മൊബൈൽ കൊടുക്കുകയാണെങ്കിൽ അവർ കാണേണ്ട നമ്മൾ വിചാരിക്കുന്ന വീഡിയോസ് ഓട്ടോമാറ്റിക്കായിട്ട് കയറി വരും. അങ്ങനെ കയറി വരാണ്ടിരിക്കണമെങ്കിൽ ഇതും റെസ്ട്രിക്റ്റഡ് മോഡും അതിലത്തെ എനേബിൾ സ്റ്റാർട്ട് കോർഡിനേറ്റ്സും ഓൺ ആക്കിയിടുക. പിന്നെ അതിൽ അത്യാവശ്യം നല്ല വീഡിയോകൾ മാത്രമേ വരുള്ളൂ. നമ്മളൊക്കെ കൂടുതൽ അവർക്ക് അറിയാമായിരിക്കാം. നമ്മളിങ്ങനെ ഇട്ടാലും അവർ വേണമെങ്കിൽ മാറ്റിയിട്ടോളും. എന്നാലും അവർ അറിവിലേക്ക് പറയുന്നു മാത്രം. അപ്പൊ എങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ തൽക്കാലം ബാക്കിലേക്ക് എടുക്കുന്നു. ഇനി മൂന്നാമത്തെ സെറ്റിംഗ്സിനെ പറ്റി നമുക്ക് പറയുകയാണെങ്കിൽ പിന്നെ നമ്മൾ യൂട്യൂബിന് വേണ്ടി പോകുന്നു. അതിൽ ടേൺ ഓൺ ഇൻകോഗ്നിറ്റോ എന്ന് പറഞ്ഞ അഞ്ചാമത്തെ കാണാൻ പറ്റും. ടേൺ ഓൺ ഇൻകോഗ്നിറ്റോ. ഇതിൽ നമ്മൾ ഓൺ ആക്കിയിട്ട് പോവുകയാണെങ്കിൽ ഇനി നമ്മൾ യൂട്യൂബിൽ മുകളിൽ സൈൻ കണ്ടില്ലേ, ഒരു ചെറിയ 2 വട്ടത്തിലുള്ള സൈൻ, ആ സെർച്ചിന്റെ അപ്പുറത്തായിട്ട്. അതിൽ ഇനി നമ്മൾ ഇവിടെ എന്ത് സെർച്ച് ചെയ്താലും ഇനി നമ്മൾ സെർച്ച് ചെയ്യണം. താജ്മഹൽ എന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ താജ്മഹൽ സെർച്ച് ചെയ്തു. താജ്മഹലൊക്കെ വന്നു. ഇനി നമ്മൾ തിരിച്ചു പോകുന്നു. ഇൻകോഗ്നിറ്റോ ഓഫ് ചെയ്യാണ്. ടേൺ ഓഫ് ഇൻകോഗ്നിറ്റോ. ഇനി നമ്മൾ ആ സെർച്ച് ഹിസ്റ്ററി ഒന്നെടുത്ത് നോക്കി കഴിഞ്ഞാൽ താജ്മഹലിന്റെ ഉണ്ടാവില്ല. ബാക്കിയെല്ലാം ഉണ്ട്, താജ്മഹലിന്റെ സെർച്ച് ഹിസ്റ്ററി വരുന്നില്ല. അതായത് സെർച്ച് ഹിസ്റ്ററിയിൽ ഒരിക്കലും നമ്മൾ എവിടെയൊക്കെ പോയി എന്നുള്ളത് വേറെ അതും കാണാൻ പറ്റില്ല. നമ്മുടെ ഫോൺ വേറെ കിട്ടിയാൽ പോലും അതിലൊന്നും വരില്ല. അപ്പോൾ സെർച്ച് ഹിസ്റ്ററി വരണ്ടാന്നാണെങ്കിൽ ടേൺ ഇൻകോഗ്നിറ്റോ ഓൺ ചെയ്തിട്ട് ചെയ്താൽ മതി. ഈ 3 സെറ്റിംഗ്സ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. വീഡിയോ വായിച്ചതിന് നന്ദി. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ഐക്കൺ അമർത്തണം, മാക്സിമം ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.